പരീക്ഷയ്ക്ക് ഉറപ്പായി വരുന്നൊരു ചോദ്യമാണ് യാത്രാവിവരണം തയ്യാറാക്കുന്ന ചോദ്യം. അപ്പോൾ ഉറപ്പായി വരുന്നൊരു ചോദ്യം 5 മിനിറ്റിൽ ഒന്ന് സെറ്റാക്കി വെച്ചാലോ. അപ്പൊ ചോദ്യം ഇതാണ്: യാത്രകൾ അനുഭൂതികളായ അനുഭവങ്ങൾ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. എല്ലാവർക്കും എന്താണ്, യാത്രകൾ അത്രയേറെ പ്രിയപ്പെട്ടതാണ്. തീർച്ചയായും യാത്രാനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകും. എഴുതി നോക്കൂ. അപ്പൊ നിങ്ങളുടെ ഒരു യാത്രാനുഭവം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പരീക്ഷാ പേപ്പറിൽ നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ യാത്രാനുഭവങ്ങൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, സ്ഥലം. നമ്മൾ ഏത് സ്ഥലമാണ് നമ്മൾ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്, ഏത് സമയത്തിലെ അതിന്റെ കാലം. ചില സമയത്ത് എന്താണ്, നമ്മൾ മഞ്ഞുള്ളൊരു കാലത്ത് അല്ലെ വേനൽക്കാലത്ത് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക സമയത്തായിരിക്കും എന്ത് ചെയ്യുക, യാത്രകൾ നടത്തുക. അത്തരത്തിൽ കാലം, പിന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. നമ്മൾ കണ്ട കാഴ്ചകൾ, അതിന്റെ ഗന്ധങ്ങൾ, ശബ്ദങ്ങൾ, ജീവികൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. പ്രദേശത്തിന്റെ പ്രത്യേകതകൾ മക്കളെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ പ്രദേശത്തിന്റെ ചരിത്രം. ഇപ്പൊ വയനാടൊക്കെ ആണെങ്കിൽ അതിന്റെ ഭൂപ്രകൃതി, ഇടുക്കിയൊക്കെ ആണെങ്കിൽ ഭൂപ്രകൃതി. അതുപോലെ നമ്മൾ പോകുന്നത് ചരിത്രപരമായ, ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണെങ്കിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, വാസ്കോ ഡ ഗാമ ഉൾപ്പെടെ വന്നൊരു പ്രദേശമാണ്. അപ്പൊ അത്തരത്തിൽ ചരിത്ര പശ്ചാത്തലം ഉണ്ടെങ്കിൽ ചരിത്ര പശ്ചാത്തലം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യാത്രാവിവരണത്തിൽ ഉൾപ്പെടുത്താൻ. അതുപോലെ പ്രധാനപ്പെട്ടതാണ് യാത്രയിലെ നിങ്ങളുടെ മാനസികാവസ്ഥ. ഒരു യാത്രയാവുമ്പോൾ നമുക്ക് വൈകാരികമായി സങ്കടവും സന്തോഷവും ഒക്കെ എന്ത് ചെയ്യും, ഒക്കെ ചേർന്നതായിരിക്കും. അത്ഭുതം ഉണ്ടാവും, അതിശയം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ വൈകാരികത എന്താണ്? നിങ്ങളുടെ വൈകാരികത എന്ന് പറഞ്ഞാൽ സങ്കടമാണെങ്കിൽ സങ്കടം, സന്തോഷമാണെങ്കിൽ സന്തോഷം, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു അനുഭവം എന്ത് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ മാനസികാവസ്ഥ എന്തിനും അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഖണ്ഡികകളായി എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. മറ്റൊന്നുകൂടി എന്ത് ചെയ്യാം, ഒരിക്കലും വിട്ടുപോകരുത്. വിട്ടുപോവാത്ത പോയിന്റ് മക്കളെ, അത് തലക്കെട്ടാണ്. ഉറപ്പായും നിങ്ങളുടെ യാത്രാവിവരണത്തിന് ഒരു ശീർഷകം നൽകണം. ആ ശീർഷകം നമുക്ക് ആ യാത്രാവിവരണം വായിക്കാൻ തോന്നുന്ന രീതിയിലുള്ളതായിരിക്കണം. ആകർഷകരമായ ശീർഷകം നൽകണം. ഇപ്പൊ ഇത്രയാണ് യാത്രാവിവരണം എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെയാണ് നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു യാത്രാവിവരണം വായിച്ചു നോക്കാം. ഈ കഴിഞ്ഞ സ്കൂൾ അവധിക്കാലത്ത് ഞാനും അച്ഛനും അമ്മയും കൂടി കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര നടത്തിയത്. പാലക്കാട് നിന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. യാത്ര പുരോഗമിക്കവേ മലനിരകളുടെ ഹരിതാപമായ കാഴ്ചകൾ ഞങ്ങളെ വരവേറ്റു. പൈൻ മരങ്ങളുടെയും യൂക്കാലിപ്സ് മരങ്ങളുടെയും സുഗന്ധം നിറഞ്ഞ തണുത്ത കാറ്റ് മുഖത്തടിച്ചപ്പോൾ കൊടൈക്കനാലിലേക്ക് അടുക്കുകയാണെന്ന തിരിച്ചറിവ് മനസ്സിനെ ആവേശം കൊള്ളിച്ചു. കൊടൈക്കനാലിൽ എത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ വർണ്ണനീയമായിരുന്നു. മൂടൽ മഞ്ഞും ചാറ്റൽ മഴയും ചേർന്ന് കൊടൈക്കനാൽ ഒരു സ്വപ്നതുല്യമായ അനുഭവമായി. സമുദ്രനിരപ്പിൽ നിന്ന് പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ, തടാകത്തിൽ പ്രതിഫലിക്കുന്ന മേഘങ്ങൾ, വെള്ളച്ചാട്ടങ്ങളുടെ സൗന്ദര്യം എന്നിവ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഞങ്ങൾ കൊടൈക്കനാൽ തടാകത്തിൽ ബോട്ടിംഗ് നടത്തി. അവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. കൂടാതെ ബ്രെയിൻ പാർക്ക്, പൈൻ ഫോറസ്റ്റ്, ഉക്കാൻ ഗുഹകൾ, വാല്യൂ പോയിന്റ് തുടങ്ങി. അല്ല, നമ്മളിപ്പോ ഇത് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്തുകൂടി അറിയാം, നമുക്ക് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ഗുഹയും കൂടി അറിയില്ലേ? യെസ്, അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാല്ലേ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തു, ഇതൊക്കെ സന്ദർശിച്ചു. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ച് പല സഞ്ചാരികളുമായും നാട്ടുകാരുമായും പരിചയപ്പെട്ടു. അവരിൽ നിന്ന് കൊടൈക്കനാലിന്റെ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പല കാര്യങ്ങൾ മനസ്സിലാക്കി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2133 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടുത്തെ കാലാവസ്ഥ എപ്പോഴും സുഖകരമാണ്. യാത്രയിൽ എനിക്ക് പുതിയ സുഹൃത്തുക്കളെയും കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചതും ചിരിച്ചതും എല്ലാം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ യാത്രകളിൽ ഒന്നായിരുന്നു കൊടൈക്കനാൽ യാത്ര. ഈ യാത്രയുടെ ഓർമ്മകൾ എന്നും എന്നോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു യാത്രാവിവരണം അവസാനിപ്പിക്കാം. അപ്പൊ ഈ യാത്രാവിവരണത്തിന് ഒരു കുറവുണ്ട്, അതൊരു തലക്കെട്ടാണ്. ആ തലക്കെട്ട് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ മക്കളെ, ഇതുപോലെ ധാരാളം വീഡിയോസ്, നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോസും റെക്കോർഡ് ക്ലാസ്സുകളും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വൺ ഷോട്ടുകൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു പാഠത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഒറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്ന വൺ ഷോട്ടുകളും ഒക്കെ അടങ്ങിയ ഒരു സൂപ്പർ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. എജുപോർട്ടിന്റെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച്. അപ്പൊ ഇത് ഓണത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഈ അക്കാദമിക് ഇയർ മുഴുവനാണ് എന്ത് ചെയ്യുന്നത്, ഈ ബാച്ചിനകത്തേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ നമ്മളൊരു പുതിയ ഡേറ്റിൽ, നമ്മുടെ ജൂലൈ 17 നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ബാച്ചിനകത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണോ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്മുടെ ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിടുക. അതിൽ നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ ക്ലാസ്, മീഡിയം, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇത്ര വിവരങ്ങൾ മാത്രം കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളോട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുന്നതാണ്.
ചെയ്യുന്നതായിരിക്കും. അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇനി ലൈവുകൾ ഉണ്ടാവുന്ന സമയത്തും അതുപോലെ പ്രധാനപ്പെട്ട PDF-കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറ്, നമ്മൾ പറയാറുണ്ട്. ഈ ലൈവുകളും PDF നോട്ടുകളും ലൈവ് കഴിഞ്ഞുള്ള നോട്ടുകളും ഒക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? അത് നമ്മുടെ A+ ഗ്രൂപ്പിലൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ A+ ഗ്രൂപ്പിൽ ഇല്ലാത്ത മക്കളുണ്ടോ? A+ ഗ്രൂപ്പിൽ ഇല്ലാത്ത മക്കളാണെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നമ്മുടെ A+ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൂടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്നു. അതുകൂടി എന്ത് ചെയ്യടാ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് അടിച്ചു പിടിക്കാം. ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.